പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിക്രം വേദന കൊണ്ട് കട്ടിലും ഇടുന്നതും വേദ കരയുന്നതും പിന്നീട് അമ്മയും ശ്രീജേട്ടയും വന്നു കഴിഞ്ഞിട്ട് വിക്രമിനെ അടിച്ച് അവശതയാക്കുന്നതും പഞ്ഞിക്കിടുന്നതൊക്കെ ആയിട്ടുള്ളൊരു ഭാഗമുണ്ട്. അതെന്തായാലും നമ്മുടെ വിക്രം സ്വപ്നം കാണുന്നതാണ്. അതിനുശേഷം വിക്രത്തിനോട് വേദ പറയുന്നുണ്ട്, എന്താണ് ഇങ്ങനെ കയ്യിൽ തൂക്കി പിടിച്ച് നിർത്തിയേക്കുന്നത്, കെടുത്തുന്നില്ലേ എന്നൊക്കെ ചോദിക്കും. പതുക്കനെ കെടുത്തിയാണോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓപ്പുള്ള വിക്രം ബോധം വന്നത് ഇവരെന്നെ അടിക്കുന്നതൊക്കെ ആയിട്ട് ഞാൻ സ്വപ്നം കാണാണല്ലേ എന്ന് ആലോചിച്ചിട്ട് എന്ന് പറയാം. എന്നാൽ പിന്നെ പതുക്കനെ ഉടയ്ക്കാണ്ട് ഇടാം, അല്ലെങ്കിൽ അവർ വന്ന് തന്നെ പഞ്ഞിക്കിടും എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട് വിക്രം. അതിനുശേഷം പിന്നെ വേദ വിക്രത്തിനോട് നല്ല വേദനയുണ്ട് കേട്ടോ, പതുക്കനെ കെടുത്തിയാൽ മതി എന്നൊക്കെ പറയും. എന്നിട്ട് പിന്നെ അച്ഛൻ്റെ കൊട്ടൻ ചുക്കാതി തൈലെടുത്തിട്ടുണ്ടെന്ന് ഒഴിഞ്ഞിരുന്നപ്പോൾ അതേ മര്യാദയ്ക്ക് ഇരുന്നാൽ മിണ്ടാണ്ട് വേഷം കെട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ നിന്ന് കിട്ടുകിട്ടാന്നൊക്കെ പറഞ്ഞ് വിക്രം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ രാധ ദർശൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. സാർ, എൻ്റെ പണം അടച്ചത് ആരൊന്നും അറിയണം എന്ന് പറഞ്ഞപ്പോൾ അയ്യോ അത് പറയാൻ പറ്റില്ല, സാറല്ലേ അടച്ചതെന്ന് വെച്ചപ്പോൾ ഞാനൊന്നല്ല എന്ന് പറയും, വേറൊരാൾ അടച്ചതെന്ന് പറയും. അതെ, ഓ എന്നാൽ ആരെന്തെങ്കിലും പറയുമെന്ന് ചോദിക്കുമ്പോൾ ആരെന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും രാധ വണ്ടി ഓടിച്ച് കിട്ടുന്ന പണം, അതായത് ആ പണം പൈസ എത്രയാവുമ്പോൾ എൻ്റെ കയ്യിൽ കൊണ്ട് തന്നാൽ മതി, ഞാനത് അതിൻ്റെ ഉടമസ്ഥന് കൊടുത്തോളാം. ഉടമസ്ഥൻ ഇപ്പോൾ പേര് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇനിയിപ്പോൾ പലിശ ഒന്നും വേണ്ട കേട്ടാ, മുതൽ മാത്രം മതി എന്ന് പറയും. എന്തായാലും രാധ സന്തോഷമായിട്ട് പോയി വാന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രാധ എന്തായാലും നമ്മുടെ ദർശനോട് നന്ദിയൊക്കെ പറഞ്ഞു പോകും. പിന്നീട് നന്ദിനിക്ക് എത്ര ആലോചിച്ചിട്ടും ആ മനസ്സിൽ നിന്ന് ആ രംഗം പോണില്ല. വിക്രം വേദന എടുത്ത് നിൽക്കുന്നത് ആൾക്കാരുടെ മുന്നിൽ വെച്ച് കീരിയും പാമ്പും വന്നിട്ട് കയ്യിലിട്ട് അമ്മാനെ അടച്ച് ഇത്ര നാണില്ലാത്തോളൂ ഇവനും ഇങ്ങനെ ആയോ. എന്തായാലും ആ രാധ ഓട്ടോ ഓടിച്ച് ഇങ്ങനെ നടക്കുന്ന രാധ തറഞ്ഞാലത്തെ അവസ്ഥ എന്താണ്, അല്ല എന്തുകൊണ്ട് അവൾ അറിയിച്ചുകൂടാ എന്നിങ്ങനെ ആലോചിക്കുക. എന്നിട്ട് ഫോൺ വിളിക്കുന്നു. അപ്പോൾ ആ നേരത്ത് രാധ ഫോൺ എടുക്കുന്നുണ്ട്. എന്താ നന്ദിനി അടുത്തിന്ന് ചോദിക്കും. നീ എവിടെയാ, ഞാനൊരു ഓട്ടം പോണ്. നിനക്ക് നല്ല ഓട്ടമായിരിക്കും ഇനി ഇങ്ങോട്ട്, അതെന്താ എനിക്ക് വല്ല സ്കൂൾ ഓട്ടം പിടിച്ചു തന്നോ ചേച്ചിന്ന് ചോദിക്കും. സ്കൂൾ ഓട്ടമല്ലടി, നീ എവിടെയുണ്ട് പെണ്ണെ, നിനക്കൊരു ബോധമില്ലേ എന്ന് പറയും. എന്താ ഏട്ടത്തി കാര്യം പറയുമെന്ന് പറയും. നീ നോക്കിക്കോ, നീ ഇങ്ങനെ ഓട്ടോ ഓടിച്ച് നടക്കലുണ്ടാവുള്ളൂ, നിൻ്റെ ജീവിതം കഷ്ടത്തിലാവും. അന്ന് നിൻ്റെ വീട്ടിൽ വന്ന് ഞാൻ പറഞ്ഞില്ലേ മോളെ, അവൻ കൈവിട്ട് പോയിന്ന്, ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഉണ്ടായ സംഭവങ്ങളൊക്കെ നിനക്ക് അറിയുമോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് എല്ലാവരും കൂടെ പോയിട്ടുണ്ടായിരുന്നു കളയെഴുത്ത് പാട്ടിന്. പോയി തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ച ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. രാധയ്ക്ക് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചങ്ക് കത്തിക്കൊണ്ടിരിക്കുന്നത്. നീ നോക്കിക്കോ, ഒരു കൊല്ലത്തിനുള്ളിൽ അവൾ ഒരു കുഞ്ഞിനെ പ്രസവിക്കും. ആ കുഞ്ഞിൻ്റെ ഡയപ്പർ നീ തന്നെ മാറും, നിന്നെ ആ കുഞ്ഞ് അമ്മായി എന്നും വിളിക്കും. നോക്കിക്കോ, ഞാൻ പറഞ്ഞത് സത്യമായിരിക്കും. അവളെ ആണുങ്ങളെ മയക്കാൻ ഇത്രയ്ക്കും എടുക്കുക അവൾ പോലെ വേറെ ആർക്കുമില്ല. അല്ലെങ്കിൽ കീരിയും പാമ്പും പോലെ നിന്നിരുന്ന ഒരു ദിവസം മുഴുവനും അടച്ചിട്ട റൂമിൽ അവരെന്ത് കാണിച്ചിരുന്ന് കണ്ടില്ലേ, അവളെ കയ്യിൽ വലം കൈയായി മാറി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഏഷണി കയറ്റി കൊടുക്കണം. പിന്നെ അനിയൻകുട്ടനെ കാണിക്കുന്നത്, അനിയൻകുട്ടൻ്റെ അടുത്തേക്ക് നേരെ വരുന്നുണ്ട് വിക്രം. നീ എവിടെയായിരുന്നു ചോദിക്കുമ്പോൾ അങ്ങനെ വിക്രം ആ ഫോൺ എടുക്കും. ഈ ഫോൺ ഇവിടെ ഇരുന്നിട്ട് നിങ്ങളാരും കണ്ടില്ലേന്ന് ചോദിക്കും. ഇത് ബെല്ലടിച്ച് നിങ്ങൾ കേട്ടില്ലേന്ന് ചോദിക്കും. ഇല്ല, ഞങ്ങൾ നിന്നെ വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു, ഇത് സൈലൻ്റ് ആയിരുന്നു തോന്നുന്നുണ്ടെന്ന് പറയും. നീ എവിടെ പോകണമെന്ന് ചോദിക്കും. ഞാൻ ഇപ്പോൾ വരാം, വണ്ടിയുടെ താക്കോല് തായോന്ന് പറഞ്ഞ് ദേഷ്യപ്പെടും. എന്നിട്ട് പറയും, അതെ നിന്നെ ശ്രീനി സാർ വിളിച്ചിരുന്നു, എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കും. നിന്നെ കാണണം എന്ന് പറഞ്ഞു എന്ന് പറയും. അങ്ങനെ വിക്രം പാഞ്ഞു പോകുമായിരിക്കും ശ്രീനി സാറിൻ്റെ അടുത്തേക്ക്. അപ്പോൾ രാധ വട്ടൻ വന്ന് നിൽക്കും. എന്താടീന്ന് ചോദിക്കും. എന്താ, അല്ല ഈ വട്ടം വിട്ട് നിൽക്കണ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു വഴിക്ക് പോണ സ്ഥലത്ത് നീ ഇങ്ങനെ വട്ടം നിൽക്കരുതെന്ന് പറയും. അപ്പോൾ പറയും, നിങ്ങളെ എന്ന് തുടങ്ങി നുണ പറയാൻ തുടങ്ങിയത്, നുണയോ എന്ത് നുണാന്ന് ചോദിക്കും. നുണ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കേണ്ട, നിങ്ങൾ വേദയായിട്ട് ഇനി ഒരു ബന്ധമില്ല എന്ന് മാത്രം നിങ്ങൾ എന്നോട് പറയരുത്, വേറെ എന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കും. അത് അടച്ചിട്ട മുറിയിൽ അവളെ കയ്യിൽ കറക്കിക്കൊണ്ട് നടക്കണേനെ എന്തെന്നാണ് പറയാന്നൊക്കെ ചോദിക്കും. അപ്പോൾ പറയും, അത് അവളെൻ്റെ ഭാര്യയാണ്, അവളെ ഞാൻ അടച്ചിട്ട മുറിയിലോ പുറത്ത് തുറസായ സ്ഥലത്തോ എങ്ങനെ വേണമെങ്കിലും കൊണ്ടുനടക്കും. അത് ചോദിക്കാൻ നീ ആരാണ്, നിനക്ക് എന്ത് അധികാരം, ഞാനും നീയും തമ്മിൽ ഒരു ബന്ധമില്ല, ആകെ ഒരു ബന്ധം നമ്മൾ കളിക്കൂട്ടുകാരായിരുന്നു മാത്രം, അത് മനസ്സിലായോ എന്ന് ചോദിക്കും. എന്നിട്ടാണ് നിങ്ങളെ ഞാൻ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയതും മറ്റുള്ള കാര്യങ്ങൾ ചെയ്തതെന്നൊക്കെ പറയും. നിങ്ങൾ അവളെ മുറിയിലേ ഇങ്ങനെ ഉല്ലസിച്ച് നടന്നിരുന്നപ്പോൾ ഞാൻ എൻ്റെ ഓട്ടോ CC-ക്കാർ കൊണ്ടുപോയിട്ട് നെട്ടോട്ട് ഓടായിരുന്നു അറിയോ. അപ്പം എൻ്റെ മാനസികാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നു, ഞാൻ അറിയുന്ന വിക്രം സുധാകരൻ ഇങ്ങനത്തെ ഒരു മനുഷ്യനല്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ വിക്രം പറയുന്നത്, നിനക്ക് എന്നെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിയ പണം ഞാൻ തരാം, നിനക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കും, അല്ലാതെ ആവശ്യമില്ലാണ്ട് എൻ്റെ പിറകെ നടക്കണ്ടെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടും. പിന്നീട് വേദ തലണേവിലൊക്കെ കാല് കയറ്റിച്ച് കിടക്കുകയായിരിക്കും. കമലാമ്മ വന്നിട്ട് പറയും, മോളെ എന്ന് ചോദിക്കും. അപ്പോൾ വിളിക്കും. അങ്ങനെ എനിക്കും എഴുന്നേൽക്കണ്ടെന്ന് പറയും. കാല് നല്ല വേദനയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നല്ല വേദനയുണ്ട് അമ്മ, കുത്തിയുള്ളൊരു വേദനയെന്ന് പറയും.
കാലിൻ്റെ എല്ലിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുമെന്ന് ചോദിക്കും. എല്ലിന് എന്തെങ്കിലും പറ്റിയാൽ നീരുണ്ടാവൂലേ, നീര് വരുമെന്ന് പറയും. അപ്പോൾ ഞാനേ വെറുതെ വിക്രമിനായിട്ട് ഓരോന്നും പറഞ്ഞ് തല്ല് പിടിച്ചപ്പോൾ എന്നെ അടിക്കാൻ ഓടിയപ്പോൾ ഞാൻ ഓടി കാല് മടങ്ങി വീണതാണ് എന്ന് പറഞ്ഞപ്പോൾ അതെയോ ഞാനേ നീ വന്നപ്പോൾ നിന്നെ കോരിയെടുത്ത് നിൽക്കണ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾ തമ്മിലുള്ള പിണക്കൊക്കെ മാറിയെന്ന്. ഞങ്ങൾ തമ്മിൽ അതിന് പിണക്കൊന്നും ഇല്ലല്ലോ അമ്മയെന്ന് പറയും. അല്ല എന്നാലും സാധാരണ രീതിയിലൊരു ജീവിതമല്ലല്ലോ നിങ്ങളുടെ, സാധാരണ രീതിയിലല്ലല്ലോ അമ്മ ഞങ്ങളുടെ വിവാഹവും, അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെയല്ലേ ഉണ്ടാവുള്ളൂ എന്ന് പറയും. അത് സാരില്ല മോൾ എന്തിനാ ഇവിടെ കിടക്കണത്, മോള് വാ നമുക്ക് അവിടെ മുറിയിൽ പോയി കിടക്കാമെന്ന് പറയും. അത് വേണ്ടമ്മ ഞാനിവിടെ കിടന്നോളാന്ന് പറയും. എന്നാൽ ഞാൻ കുഴമ്പെടുത്തുകൊണ്ട് വരാം ചൂടുവെള്ളം പിടിക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് ശരിയാണ് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ കമലാമ്മ സന്തോഷത്തോടെ പോകും. പിന്നീട് ശ്രീ ഇരുന്ന് കഴിഞ്ഞിട്ട് കണക്കൊക്കെ നോക്കിയായിരിക്കുള്ളൂ. വർഷം അവിടേക്ക് ചായ ആയിട്ട് വരുന്നുണ്ട്. എന്നിട്ട് പറയും, എന്നിട്ട് ശ്രീരേത്തി ഇങ്ങനെ ഒട്ടി ചേർന്ന് നിൽക്കുമ്പോൾ എന്തോ കാര്യം സാധിക്കാനുണ്ടല്ലോ എന്ന് പറയും. എന്നാൽ ഞാൻ പോകാമെന്ന് പറയും. അങ്ങനെയല്ല നീ പറയെന്ന് പറയും. ഞാനിന്നൊരു സ്വപ്നം കണ്ട് അത് നിങ്ങളെ വിളിച്ച് പറയാമെന്ന് വിചാരിച്ചപ്പോൾ നിങ്ങൾ നല്ല ഉറക്കമല്ലേ എന്ന് പറയും. അതെന്താന്ന് ചോദിക്കും. അച്ഛൻ മരിച്ചത് സ്വപ്നം കണ്ടു. അതിന് നിൻ്റെ അച്ഛന് അസുഖമൊന്നുമില്ലല്ലോ. എൻ്റെ അല്ല നിങ്ങളുടെ എന്ന് പറയും. അപ്പോൾ ശ്രീക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദിവസമായി നിങ്ങളുടെ അച്ഛൻ 2 അറ്റാക്ക് കഴിഞ്ഞതല്ലേ, അതുകൊണ്ട് എന്തും സംഭവിക്കാമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്. ഞാനാണെങ്കിൽ സദ്യ ഉണ്ണുന്നതായിട്ട് എപ്പോഴും സ്വപ്നം കാണണം. സദ്യ ഉണ്ണുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ആരെങ്കിലും മരിക്കും എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ നീ ഇത് ആരോടാണ് ആരെ പറ്റിയാണ് ആരോടാണ് പറയുന്നത് എനിക്ക് വല്ല ഓർമ്മയുണ്ടെന്ന് ചോദിക്കും. അറിയാമെന്ന് പറയും. ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഞാനപ്പോൾ ഇത് എൻ്റെ അച്ഛനെ വിളിച്ച് സംസാരിച്ചപ്പോൾ എൻ്റെ അച്ഛനൊരു കാര്യം പറഞ്ഞത്, നിങ്ങളുടെ അച്ഛന് 3 മക്കളല്ലേ, സ്വത്തിന് 3 മക്കളും അവകാശിയായി വരും. എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വിക്രം ഈ വീട്ടിൽ വന്ന് നിൽക്കും സ്വത്ത് ചോദിച്ച്. അതുകൊണ്ട് മനസ്സ് മാറി അച്ഛൻ അവൾക്കോ അല്ല അവനോ ഒക്കെ എഴുതി വെച്ച് കൊടുക്കും. നിങ്ങൾ നോക്കിക്കോ, ഇപ്പോൾ നിങ്ങൾ ഈ കഷ്ടപ്പെടുന്ന ഈ കമ്പനിയുടെ തലപ്പത്ത് അവൻ വന്നിരിക്കും. അത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെയൊന്നും അച്ഛൻ ചെയ്യില്ല എന്ന് പറയും. അതൊക്കെ തോന്നണതാണ്. അതും തന്നെയല്ലേ ഇത് അച്ഛൻ്റെ പേരിലല്ലല്ലോ കമ്പനിയൊക്കെ, അമ്മയുടെ പേരിലല്ലേ എന്ന് ചോദിക്കും. അതൊക്കെ ഇനിയിപ്പോൾ അച്ഛൻ റിട്ടയർഡ് ആകുമ്പോൾ നേരെ ആ സ്ഥാനമൊക്കെ ഏറ്റെടുക്കില്ലേ, അപ്പോൾ പിന്നെ നിങ്ങൾക്കത് കിട്ടുമോ എന്ന് ചോദിക്കും. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് പറയണമെന്ന് ചോദിച്ചപ്പോൾ എല്ലാം കമ്പനികളെല്ലാം നിങ്ങളുടെ പേരിലാക്കണം, അതിന് വേണ്ടി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വർഷ ശ്രീകാന്തിന് ഇങ്ങനെ കുതന്ത്രം ഓതി കൊടുക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.